യുദ്ധകലുഷമായ ഈ അന്തരീക്ഷത്തിൽ സമാധാനജ്വാല എന്ന അർത്ഥവത്തായ പരിപാടി സംഘടിപ്പിക്കുക വഴി കാവ്യശിഖയും അതിൻ്റെ ഭാരവാഹികളും വളരെ മനുഷ്യസ്നേഹപരമായ ഒരു ചുമതലയാണ് നിർവഹിക്കുന്നത് എന്ന് പറയട്ടെ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. യുദ്ധം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് യുദ്ധത്തിന്റെ കാര്യത്തിൽ നിസ്സംഗരായിട്ടിരിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ നിസ്സംഗത പാലിക്കേണ്ട ഒരു കാര്യമാണോ യുദ്ധം? നമ്മളത് ആലോചിക്കേണ്ടതുണ്ട്. 1945 ആഗസ്റ്റ് 6 ലോക ചരിത്രത്തിൽ യുദ്ധത്തിന്റെ മാരകമായ ഒരു ഫലമുണ്ടായത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഹിരോഷിമയ്ക്ക് മുകളിൽ അമേരിക്കൻ ഐക്യനാടുകൾ ആറ്റം ബോംബ് വർഷിച്ച ദിവസമാണത്. ആഗസ്റ്റ് 9 നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ടു. ഈ 2 ബോംബ് വർഷങ്ങളിലൂടെയും എത്ര ആളുകളാണ് മരിച്ചത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അതിന്റെ ഔപചാരികമായ ഒരു കണക്ക് 1,14,000 ആളുകളോ മറ്റോ മരിച്ചു എന്നാണ്. പറയാൻ വളരെ എളുപ്പമാണ്. 1,00,000 ആളുകൾ മരിച്ചു, 2,00,000 ആളുകൾ മരിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ്. ഇന്ത്യയുടെ വിഭജനത്തിന്റെ ഘട്ടത്തിൽ എത്രയോ അധികം ആളുകൾ മരിച്ചു, അതിനേക്കാൾ എത്രയോ അധികം ആളുകൾ മരിച്ചു. 1-2 ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു. യുദ്ധത്തിന്റെയും ശത്രുതയുടെയും ഫലമായി നടക്കുന്ന മനുഷ്യക്കുരുതിയുടെ കണക്കിന് യാതൊരു അളവുമില്ല എന്നുള്ളതാണ് വസ്തുത. ചരിത്രത്തിൽ പ്രസിദ്ധമായ ചില യുദ്ധങ്ങളുണ്ട്. അശോക ചക്രവർത്തിയുടെ യുദ്ധമാണ് കലിംഗ യുദ്ധം എന്ന് പറയും. കേരളത്തിൽ ഇന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന തമ്മിൽ തല്ല് പോലെയുള്ള യുദ്ധമല്ല. കേരളത്തിന്റെ ചരിത്രത്തിലുള്ള എല്ലാ യുദ്ധങ്ങളും ഒരുതരം തമ്മിൽ തല്ലായിരുന്നു. യുദ്ധമെന്നത് വളരെ ഭീകരമായ മനുഷ്യക്കുരുതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ വലിയ മനുഷ്യക്കുരുതി നടന്നൊരു യുദ്ധമാണ് കലിംഗ യുദ്ധം. ആ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം അശോക ചക്രവർത്തി യുദ്ധം ഉപേക്ഷിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇനി എന്റെ സാമ്രാജ്യത്തിൽ പിരുമ്പറ മുഴക്കുകയില്ല, യുദ്ധത്തിന്റെ പിരുമ്പറ മുഴക്കുകയില്ല, ധർമ്മത്തിന്റെ പറയാണ് മുഴക്കപ്പെടുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അതിന് പറയുന്ന കാരണം യുദ്ധത്തിൽ എല്ലാ ആളുകൾക്കും വലിയ കെടുതികൾ ഉണ്ടാവും. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. ഒരുപക്ഷെ ജയിച്ച ആളുടെ ഭാഗത്താണ് തോറ്റുപോയ ആളുടെ ഭാഗത്തേതിനേക്കാൾ മാരകമായ മരണങ്ങളും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് യുദ്ധത്തിൽ ആർക്കും വിജയമില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് അശോക ചക്രവർത്തി മനസ്സിലാക്കി. അശോകസ്തംഭമാണ് നമ്മുടെ രാജ്യത്തിന്റെ ചിഹ്നം. നമ്മുടെ രാജ്യമാകട്ടെ മറ്റ് രാജ്യങ്ങളാവട്ടെ അശോകന്റെ ഈ സന്ദേശം പൂർണ്ണമായി ഉണ്ടോ എന്ന് പറയാൻ പ്രയാസമാണ്. ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. എല്ലാ സ്ഥലത്തും യുദ്ധത്തിന്റെ അന്തരീക്ഷമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന്റെ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിലെ ചാനലുകൾക്ക് എന്തൊരു യുദ്ധോന്മാദമായിരുന്നു. ഇതന്നെയായിരുന്നിരിക്കും പാകിസ്ഥാനിലെ സ്ഥിതി. യുദ്ധം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലെയും സ്ഥിതി അതാണ്. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ അതാത് രാജ്യത്തിന്റെ ജയവും യുദ്ധോന്മാദവും ചിത്രീകരിക്കുന്ന വലിയ വാർത്താ പ്രക്ഷേപണങ്ങൾ നടക്കും. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. ഇസ്രായേൽ ഹമാസിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീനിലെ ജനങ്ങൾക്കെതിരായിട്ട് വൻതോതിലുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഗ്ദത്ത ഭൂമി മാത്രമാണ്. പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അത് ജന്മഭൂമിയാണ്. വാഗ്ദത്ത ഭൂമിയാണോ ജന്മഭൂമിയാണോ, ഏതിനാണ് ലെജിറ്റിമസി, ഏതിനാണ് ന്യായം, ഏതിനാണ് ധാർമ്മികത എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അന്തർദേശീയ സംഘടനകളുടെ ഉപശാലകളിൽ
ഈ ധാർമ്മികതയെ സംബന്ധിച്ച് ആലോചനയുണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ ദൈനംദിനം എന്നോണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭീകരമായ തരത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിലുമുണ്ട് ഒരുപാട് കുട്ടികൾ മരിച്ചു പോയതിൻ്റെ കഥ. എല്ലാ ദിവസവും ആക്രമണം നടക്കുകയാണ്. ആശുപത്രികളിൽ, ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം മനുഷ്യർക്ക് നേരെ, കുട്ടികൾക്ക് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയാനകമായ ഒരവസ്ഥയാണ്. അതേ ഇസ്രായേൽ ഇറാനെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചിലപ്പോൾ ആണവോർജം സമ്പുഷ്ടീകരിക്കുന്നുണ്ടാവാം. ഇറാൻ ആണവോർജം സമ്പുഷ്ടീകരിക്കാൻ അവകാശമില്ലേ? ഇസ്രായേലിനും അമേരിക്കക്കും ഇന്ത്യക്കും പാകിസ്ഥാനും മാത്രമാണ് ആണവോർജം സമ്പുഷ്ടീകരിക്കാൻ അവകാശമുള്ളത്. റഷ്യക്കും ചൈനക്കും മാത്രമാണ്. ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും മാത്രമാണ്. എല്ലാ രാജ്യങ്ങൾക്കും, അമേരിക്കക്കാവാമെങ്കിൽ ഇറാൻ അവകാശമുണ്ട്, ഇറാഖിന് അവകാശമുണ്ട്, ഇന്ത്യക്ക് അവകാശമുണ്ട്, മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. എന്തിന്? ഏറ്റവും ദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പോലും ആണവോർജം സമ്പുഷ്ടീകരിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ചില ആളുകൾ മാടമ്പിമാരായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമാണ് അതിന് അവകാശം, നിങ്ങൾക്കതിന് അവകാശമില്ല എന്ന് പറയുന്നു. ഇറാനിൽ അണുവായുധമുണ്ടായാൽ അത് ഇസ്രായേലിന് ഭീഷണിയാണെന്ന് പറയുന്നു. ഇറാനിൽ ഓൾറെഡി അണുവായുധമുണ്ട്. നിലവിൽ അവരുടെ കയ്യിൽ അണുവായുധമുണ്ട്. 3 രാജ്യങ്ങളാണ് ഈ അറ്റോമിക് എനർജി കമ്മീഷനുമായിട്ട് ഉടമ്പടി ഒപ്പിടാത്ത 3 ആണവ ശക്തികളാണ് ലോകത്തിലുള്ളത്. ഒന്ന് ഇസ്രായേലാണ്, ഒന്ന് ഇന്ത്യയാണ്, ഒന്ന് പാകിസ്ഥാനാണ്. ഈ 3 രാജ്യങ്ങളും ഒപ്പിട്ടിട്ടില്ല. അത് ലോകത്തിലെ വൻ ആണവ ശക്തികൾ അംഗീകരിക്കുന്നു. ഇറാനെ അതുപോലെയുള്ള ഒരു ഉടമ്പടിയിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇറാൻ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ കാര്യമാണ്, ഇറാന്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ഇറാനെ ഇങ്ങനെ കടന്നാക്രമിക്കാൻ ഇസ്രായേലിന് ആരവകാശം കൊടുത്തു? ഇറാൻ വെറുതെ ഇരിക്കുമോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇറാനും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം നടന്നാൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയാൻ ഞാനാളല്ല. ഇസ്രായേലിന് കുറച്ചുകൂടി സമർത്ഥമായ സൈനിക ശേഷിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പോലും ഇറാൻ തോൽക്കുമെന്നോ ഇസ്രായേൽ ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ തോൽക്കുമെന്നോ ഇറാൻ ജയിക്കുമെന്നോ പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല. ഇറാനിൽ തുടർച്ചയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ആണവയുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇറാനിലെ ഭരണകൂടത്തിന്റെ എല്ലാ നടപടികളും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. ഇറാനിൽ നിയതമായ അർത്ഥത്തിലുള്ളൊരു ജനാധിപത്യ ഭരണ സംവിധാനമില്ല. എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമില്ല. അവിടുത്തെ കലാകാരന്മാരെല്ലാം നല്ല സിനിമ ഇറങ്ങുന്നുണ്ട്, ഇറാനിയൻ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമകളെല്ലാം ഇറങ്ങുന്നത് പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. ഇറാൻ പേർഷ്യക്കാരുടെ പിൻഗാമികളാണ് ഇന്നത്തെ ഇറാനിയന്മാരെന്ന് പറയുന്നത്. പേർഷ്യ മഹത്തായ ഒരു സംസ്കൃതിയുള്ള ഒരു രാജ്യമാണ്. മഹത്തായ ഒരു യുദ്ധത്തിന്റെ പാരമ്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ പാരമ്പര്യവുമുണ്ട്. ആ സംസ്കാരത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടം ആയിരിക്കേണ്ട ഇറാനിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ അമേരിക്ക അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഷാ റിസ പഹലവിയുടെ ഏകാധിപത്യ വാഴ്ചയാണ്. ആ ഏകാധിപത്യ വാഴ്ച നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിൽ നടത്തുന്ന യുദ്ധം ഇസ്രായേലല്ല യുദ്ധം ചെയ്യുന്നത്, അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ അമേരിക്കയുടെ കൈകൾ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമേരിക്ക നേരിട്ട് പ്രത്യക്ഷത്തിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നില്ല. പക്ഷെ അമേരിക്കയുടെ ഒത്താശയോടുകൂടി അല്ലാതെ അത്തരത്തിലൊരു യുദ്ധം നടക്കാൻ സാധ്യതയില്ല. യാഥാസ്ഥിതിക ഭരണകൂടമാണെങ്കിലും അതിൻ്റെ കീഴിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കായ മനുഷ്യരുണ്ടല്ലോ, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ഈ യുദ്ധം അവസാനിക്കണ്ടേ? യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണ്ടേ? ലോകത്തിന് ഈ യുദ്ധം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവണ്ടേ? ലോക സംഘടനകൾക്ക് എന്ത് കഴിയുന്നു? ഒന്നും കഴിയുന്നില്ല. ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ
യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി, സമാധാനത്തിൻ്റെ ജ്വാല ആളിക്കത്തിക്കുന്നതിനു വേണ്ടി ഉള്ള ഏത് പരിശ്രമവും അഭിനന്ദനാർഹമാണ്. കാവ്യശകയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമാധാന ജ്വാല ഉത്തരോത്തരം ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.